മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബജാജിൻ്റെ പൾസർ N160 BS7 മോഡലാണ്. E20 ഫ്യൂൽ സപ്പോർട്ടഡ് OBD2 സെൻസറുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൻ്റെ പുതിയ കളറാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ N160ക്ക് എന്ത് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്, ഇത് ഇപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വാഹനത്തിന് വന്നിട്ടുണ്ട്, നമുക്ക് ലോൺ ഇട്ട് ഇറക്കുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കേണ്ടി വരും, മാസം എത്ര EMI വരും, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എന്തായാലും അവസാനം വരെ കാണുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ട നമ്മളെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ JKB ബജാജ് ആണ്. അപ്പോൾ JKB ബജാജിലെ സെയിൽസ് പേഴ്സൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ N160യുടെ നിങ്ങൾ ഈ കാണുന്ന വെഹിക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ ഒരു ഫുള്ളി നേക്കഡ് ബൈക്കാണ്. 160 cc വരുന്ന ഒരു നേക്കഡ് ബൈക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ മിറേഴ്സ് എല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ഫുള്ളി എയറോഡൈനാമിക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ ബൾബ്സ് ആണ്. അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ഈ വാഹനത്തിന് കൊടുക്കുന്നത്. നല്ല ഫ്ലെക്സിബിളാണ്, അത്യാവശ്യം തട്ടിയാലൊന്നും പ്രശ്നം വരില്ല. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു വോൾഫിൻ്റെ ഷേപ്പിലുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അത് ബൈ ഫങ്ഷണൽ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വൈറ്റ് കളർ ലൈറ്റ് ആയിരിക്കും, പിന്നെ ഫുള്ളി പോയിൻറ്റഡ് ആയിരിക്കും, നല്ല ഡിസ്റ്റൻസിൽ ലൈറ്റ് കവർ ചെയ്യും, അതുപോലെ തന്നെ വളരെ ഡ്യൂറബിൾ ആയിരിക്കും, ഒത്തിരി നാൾ നിൽക്കും. കറക്റ്റ് ഒരു ബീസ്റ്റിൻ്റെ പോലെ ഒരു ലുക്സാണ് ഈ വാഹനത്തിന് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് ലൈറ്റായിട്ട് വന്നിട്ട് ബാക്കിലേക്ക് വരുന്നതും അതിൻ്റെ ഗ്രാഫിക്സും കളറും ഡാർക്കായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഇത് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ABS ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഇത് ഡ്യുവൽ ചാനൽ ABS വരുന്ന മോഡലാണ്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അലോയ് വീൽസ് എല്ലാം ഡ്യുവൽ കട്ട് നല്ല ഭംഗിയുള്ള അലോയ് വീൽസാണ് വാഹനത്തിന് വരുന്നത്. അഡീഷണൽ ആയിട്ടൊരു എൻജിൻ ഗാർഡും ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള ബോഡി ഗ്രാഫിക്സാണ്. ഫുള്ളി നേക്കഡ് ഡിസൈൻ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ബോഡി ഗ്രാഫിക്സാണ് ഈ വാഹനത്തിന് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ടയേഴ്സ് എല്ലാം വരുന്നത് ട്യൂബ്ലെസ് ടയേഴ്സാണ്. 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വാഹനത്തിന് വരുന്നത്. ഈ കാണുന്നതാണ് ABSൻ്റെ റിങ് വരുന്നത്, അതാണ് കാലിപ്പർ വരുന്നത്. ഒരു സ്പെഷ്യൽ ഗ്രാഫിക്സ് ആ അലോയ് വീൽസിനും കൊടുത്തിട്ടുണ്ട്. സെയിം ടു സെയിം ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഗാർഡിനും അഡീഷണൽ ബോഡി ഗ്രാഫിക്സ് ഉണ്ട്. ടാങ്ക് കവിളിനും ഗ്രാഫിക്സ് വരും. ടാങ്കിൽ നല്ല മസ്കുലറായിട്ട് പൾസർ എന്നുള്ള 3D ബാഡ്ജിങ് ഉണ്ട്. വൈസറിലും ഇതുപോലെ തന്നെ ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഹാൻഡിൽ ഗ്രിപ്പ്, അതുപോലെ തന്നെ ബ്രേക്ക് ലിവർ എല്ലാം തന്നെ വളരെ ഹെവി ക്വാളിറ്റിയിലാണ് ബജാജ് നിർമ്മിച്ചത്. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് പാസ് ബട്ടൺ വരും, ഹെഡ്ലൈറ്റിൻ്റെ ബട്ടൺ, ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഹോണിൻ്റെ ബട്ടൺ എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നത് സിൽവർ കളർ ഫിനിഷാണ് ഹാൻഡിൽ ബാർ വരുന്നത്. മീറ്റർ വരുന്നത് അനലോഗും ഡിജിറ്റലും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്ററാണ് വാഹനത്തിന് വരുന്നത്. ഇതെല്ലാം വാർണിംഗ് ലൈറ്റ്സ് ആണ്. കൂടാതെ ഡിസ്റ്റൻസ് ടു MT ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ വാഹനം ഓടുന്നു കാണിക്കും. കറൻ്റ്ലി ഏത് ഗിയറിലാണെന്ന് കറക്റ്റായിട്ട് കാണിക്കും. അതുകൂടാണ്ട് ആവറേജ് ലാസ്റ്റ് റണ്ണിലെ ഫ്യൂൽ ആവറേജ് എത്രയാണ് മൈലേജ് കിട്ടിയെന്നെല്ലാം ഈ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. 2 ബട്ടണാണ് സെറ്റും മോഡും. ഈ 2 ബട്ടൺസാണ് ഈ വാഹനത്തിൽ മെയിനായിട്ട് വരുന്നത്. ഇതൊരു 100% നേക്കഡ് ബൈക്കാണ്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണുമ്പോൾ ലുക്ക് വരുന്നത്. ടാങ്കിലേക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ടാങ്കിൽ പൾസറിൻ്റെ ഒരു 3D ബാഡ്ജിങ് വരുന്നത്. ഇതാണ് എൻ്റെ ഫ്യൂലിൻ്റെ ഓപ്പണർ. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. അറിയാലോ 20% എത്തനോടുള്ള പുതിയ ഫ്യൂൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇതാണ് മൊബൈൽ ചാർജ് വരുന്നത്. ഇവിടെ കുത്തിയിട്ട് നമുക്ക് ഹാൻഡിലും ഒരു ഹോൾഡർ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് മൊബൈൽ ഹോൾഡ് ചെയ്യും. അതിന് നാവിഗേഷൻ വെച്ചിട്ട് വണ്ടിയായിട്ട് പോവുകയും ചെയ്യും. ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് 160 cc ആണ്. 16 PS ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ തന്നെ 14 Nm ആണ് ടോർക്ക് വരുന്നത്. ഏകദേശം 40-45 ഇടയിൽ മൈലേജ് കിട്ടുന്ന ഡ്യുവൽ, അതായത് ട്വിൻ സ്പാർക്ക് DTSI എഞ്ചിനാണ് വാഹനത്തിന് യൂസ് ചെയ്യുന്നത്. ബാക്കിൻ്റെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റാണ്. സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതാണ് സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ട്, മേളിൽ കാണുന്ന സൈഡ് സ്റ്റാൻഡ് സെൻസർ. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ സ്റ്റാൻഡേർഡ് എല്ലാ മോഡൽസിനും വരുന്നുണ്ട്. ഇതിൻ്റെ ചെയിൻ ഗാർഡ് വരുന്നത് ഹാർഡ് ഫൈബറിലാണ്. ഇതിൻ്റെ ബാക്ക് ഫുൾ കവറിങ് ആണ്. ടോപ്പിൻ്റെ മോഡൽ എല്ലാം ഫുൾ, പക്ഷേ മുകളിലെ ഭാഗങ്ങളിലെല്ലാം ഫുൾ കവറായിട്ട് വരും. താഴെ നേക്കഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയിൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇടയ്ക്ക് ട്യൂബൊക്കെ ചെയ്ത്
കെയർഫുള്ളായിട്ട് നോക്കേണ്ടത്. ഒരു വൈഡായിട്ടുള്ള വലിയൊരു സാരി ഗാർഡും വാഹനത്തിന് വരുന്നുണ്ട്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി എല്ലാ നേക്കഡ് ബൈക്സിലും വരുന്ന പോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. 2 പാസഞ്ചർക്ക് സൂപ്പറായിട്ട് ഇരുന്ന് പോകാം. അതുകൂടാതെ ബാക്കിലെ സീറ്റിന് പൾസറിൻ്റെ ഒരു ലോഗോ എംബോസ് ചെയ്തിട്ടുണ്ട്. സിൽവർ ടൈപ്പ് ചെറിയ ഗ്രാബ് റീൽസ് വരുന്നുണ്ട്. പുതിയ മോഡലിൽ വരുന്ന നല്ലൊരു LED ടെയിൽ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മഡ് ഗാർഡ് താഴെ ബാക്ക് സൈഡ് ടയർ കവർ ചെയ്യുന്ന രീതിയിൽ മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അലവിൽ തന്നെയാണ്. ബാക്ക് സൈഡ് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയർ ആകുമ്പോൾ കുറച്ച് വണ്ണം വെക്കും. എന്നുവെച്ചാൽ ഫ്രണ്ടിൽ 110 വരുമ്പോൾ ബാക്കിൽ 130 വരുന്നുണ്ട്. സെയിം 17 ഇഞ്ച് തന്നെയാണ് ടയർ സൈസ് വരുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ബാക്കിലും ABS സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെയിം ഫുഡ് റെസ്റ്റ് വരുമ്പോൾ അഡ്ജസ്റ്റബിൾ ആണ്. സസ്പെൻഷൻ വരുന്നത് ബാക്ക് സൈഡ് മോണോ ഷോക്കാണ്. 5 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ് സസ്പെൻഷൻ വരുന്നത്. ഇതാണ് വാഹനത്തിന് എക്സോസ്റ്റ്. അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പോൾ വലത്തെ സൈഡിൽ നോക്കുമ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഈ വാഹനത്തിലൊന്ന് ഇരുന്ന് നോക്കാം. ഇരുന്നിട്ട് അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടുതലുള്ള ആൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരും. രാവിലെ ആകുമ്പോൾ ഒന്ന് കയറി ഇരിക്കണം. വണ്ടിയിൽ കയറി നോക്കി ആ കാലത്തുണ്ടെങ്കിൽ കാല് ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? ഫീലിംഗ് എങ്ങനെയുണ്ട് വണ്ടിയിൽ ഇരുന്നിട്ട്? നിവർന്നിരിക്കാല്ലേ? ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 25,000 രൂപ നമുക്ക് വണ്ടി റോഡിൽ ഇറക്കാവുന്നതാണ്. ലോണിട്ട് ഏകദേശം ഒരു 6,000-നും 5,000-നും ഇടയിൽ EMI വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.